PSC ഡയറി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 7ാം ക്ലാസ്സിലെ നമ്മുടെ ഭരണഘടന എന്ന അധ്യായത്തിലെ കാര്യങ്ങളാണ്. ഇത് രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മുടെ. ഇതിൻ്റെ ആദ്യത്തെ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ആ ക്ലാസ് കൂടി കാണാൻ ശ്രമിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഈ ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് അല്ലേ. ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് ഒരു റിപ്പബ്ലിക് ദിനത്തെക്കുറിച്ചിട്ടാണ്. റിപ്പബ്ലിക് ദിനത്തിൽ എന്താണ് സാധാരണയായിട്ട് ഇന്ത്യയിൽ സംഭവിക്കുക എന്നും അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ നമ്മൾ പഠിച്ചിരിക്കണമെന്നും പുതിയ കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പഠിക്കുന്നത് ഭരണഘടന അല്ലേ. പഠിക്കുന്നത് ഭരണഘടനയെക്കുറിച്ചിട്ടാണ്. ജനുവരി 26 റിപ്പബ്ലിക് ദിനമാണ്, അതൊക്കെ പറഞ്ഞു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദാണ്, അത് പറഞ്ഞു അല്ലേ. ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഭരണഘടന എന്താണെന്നാണ്. ഭരണഘടന, അപ്പോൾ ശരിക്കും ഭരണഘടന ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവരെ സംബന്ധിച്ച് എന്താണെന്നൊരു ഐഡിയ കിട്ടത്തില്ല. ഈ ഭരണഘടന എന്നൊരു ഭാഗം നമ്മൾ ശരിക്കും കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ ഒത്തിരി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു മേഖലയാണ് ഈ ഭരണഘടന എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ PSC പരീക്ഷകളുടെ മുൻവർഷ ചോദ്യങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് വിശ്വസിച്ച് ഒരു 5 മാർക്ക് മിനിമം കിട്ടും എന്നുള്ള ലെവലിൽ നമുക്ക് മിനിമമാണ് പറഞ്ഞത് കിട്ടും എന്നുള്ള ലെവലിൽ നമുക്ക് പഠിക്കാവുന്ന ഒരു പോർഷൻ തന്നെയാണ് ഭരണഘടന. ഭരണഘടന പഠിച്ചു വെച്ചിരുന്നാൽ അതൊരു അസറ്റ് തന്നെയാണ് നമുക്ക്. കാരണം എക്കാലത്തേക്കുമുള്ള പരീക്ഷകളിൽ ഉറപ്പായിട്ടും നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് ഭരണഘടന പഠിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഭരണഘടനയിൽ തന്നെ ഒത്തിരി ഇപ്പോൾ 22 ഭാഗങ്ങളായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഉണ്ട്. എങ്കിൽ തന്നെയും അതിൻ്റെ എല്ലാം ഒന്നും PSC പരീക്ഷയ്ക്കൊന്നും ചോദിക്കാറില്ല. PSCക്ക് ഭരണഘടനയിൽ നിന്നും ചോദിക്കുന്ന സ്ഥിരം മേഖലകളുണ്ട്. അതിലൊരെണ്ണമാണ് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നതാണ് മൗലികാവകാശങ്ങൾ. പിന്നെ ഭരണഘടനയുടെ ആമുഖത്തെ കുറിച്ച് ചോദിക്കാറുണ്ട്. പിന്നെ നിർദ്ദേശക തത്വങ്ങൾ, അതേപോലെ തന്നെ മൗലിക കടമകൾ, പിന്നെ ഭരണഘടനാ നിർമ്മാണ സഭ മിക്കവാറും ചോദിക്കാറുണ്ട്. പഞ്ചായത്തി രാജ്, ഭരണഘടനാ ഭേദഗതികൾ, ഇത്രയും. അതേപോലെ ലിസ്റ്റ്, പലതരം ലിസ്റ്റുണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്. അത് ഏതെങ്കിലും ഒരു സ്ഥാപനം മിക്കവാറും അതിൽ നിന്നും ചോദിക്കാറുണ്ട്. അത് കറണ്ട് അഫയേഴ്സിലും കയറി വരാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ റിഫ്രഷ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തു നിന്നുള്ള മാർക്ക് നമുക്ക് മിക്കവാറും കിട്ടും. പിന്നെ ഇതൊന്ന് പഠിച്ചു വെച്ചാൽ, ഇതിനൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് പിന്നീട് അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി, റിഫ്രഷ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. നമുക്ക് എന്തായാലും നമ്മുടെ ഭരണഘടന എന്ന ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഭരണഘടന എന്താണ് എന്ന് ഇതുവരെ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഭരണഘടന ശരിക്കും ഭരണഘടന എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇപ്പം നമ്മൾ പറയുമല്ലോ ഭരണഘടന പഠിക്കണം, ഭരണഘടന ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഭരണഘടന എന്താണ്? ഭരണഘടന കൃത്യമായി മനസ്സിലാക്കുക. ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും എന്താണ്? ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ് ഭരണഘടന. കൃത്യമായി മനസ്സിലാക്കുക. ഇനി ഇത് പിന്നീട് പഠിക്കാൻ വേണ്ടി വെക്കണ്ട, ഇപ്പം തന്നെ പഠിച്ചു പോവുക. ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ് ഭരണഘടന. നിങ്ങൾ കണ്ണടച്ചൊന്ന് ആലോചിച്ചേ ഞാൻ പറയുന്നത്. ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ് ഭരണഘടന. എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യത്തിനും ആ രാജ്യം എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച ഒരു നിയമങ്ങൾ എഴുതി വച്ചിട്ടുള്ള പുസ്തകമാണ് ശരിക്കും പറഞ്ഞാൽ ഭരണഘടന എന്ന് പറയുന്നത്. തുടർന്ന് പറയുന്നുണ്ട്, നോക്കുക. രാഷ്ട്രത്തിൻ്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങൾ ആവിർഭവിക്കുന്നത് ഭരണഘടനയിൽ നിന്നാണ്. കൃത്യമായി മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? രാഷ്ട്രത്തിൻ്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങൾ ആവിർഭവിക്കുന്നത് ഭരണഘടനയിൽ നിന്നാണ്. ഏതൊരു രാഷ്ട്രത്തിലും ഭരണം നടക്കുന്നത് ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. മനസ്സിലാവുന്നുണ്ട്? എല്ലാ രാജ്യങ്ങൾക്കും ഒരു ഭരണഘടന ഉണ്ടാവും. ആ ഭരണഘടനയെ അടിസ്ഥാനമാക്കിയാണ് അവിടെ ഭരണം നടക്കുന്നത്. നിങ്ങൾക്കറിയാലോ, ഓരോ 5 വർഷം കൂടുന്തോറും ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കാറുണ്ട്. അപ്പോൾ ഇലക്ഷൻ നടന്നിട്ട് ഓരോ ഗവൺമെൻറ് രൂപീകരിക്കപ്പെടുന്നു. അപ്പോൾ ഏത് ഗവൺമെൻറ് വന്നാലും ഇപ്പോൾ
UPA ഗവൺമെൻറ് ആയാലും അല്ലെ NDA ഗവൺമെൻറ് ആയാലും ഏത് ഗവൺമെൻറ് ആണെങ്കിലും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ ഭരണഘടനയെ അടിസ്ഥാനമാക്കി വേണം ഭരിക്കാൻ. കാരണം ഒരു രാജ്യം എങ്ങനെയായിരിക്കണമെന്നും ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട്, എന്തൊക്കെ സ്വാതന്ത്ര്യങ്ങളുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, രാജ്യത്തിന് എന്തൊക്കെ ചെയ്യാം അല്ലെ, രാജ്യത്തിൻ്റെ അതിർത്തി, രാജ്യം അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ മറ്റ് രാജ്യങ്ങളോട് എങ്ങനെ പെരുമാറണം, ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഏത് രീതിയിൽ പ്രതികരിക്കണം എന്നൊക്കെ കൃത്യമായ ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലെ. വിദേശ നയം എന്നും പറഞ്ഞിട്ട്, വിദേശ നയം എന്ന് പറഞ്ഞാൽ മറ്റുള്ള വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു ആധികാരിക ഗ്രന്ഥമാണ് ഈ ഭരണഘടന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലേ. അതേപോലെ നമ്മുടെ ഇന്ത്യക്കാർ അല്ലെങ്കിൽ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമുക്ക് ചില അവകാശങ്ങളൊക്കെ ഉണ്ട് അല്ലേ. എന്നാൽ നമുക്ക് ചില അവകാശങ്ങളെന്നും സ്വാതന്ത്ര്യങ്ങളെന്നും പറയുമ്പോൾ ചില നിയന്ത്രണങ്ങളോട് കൂടിയ അവകാശങ്ങളും എന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ. നിയന്ത്രണങ്ങളോട് കൂടിയ ചില അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഒക്കെ നമുക്കുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഭരണഘടനയിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഭരണഘടന എങ്ങനെയാണ്, ഇന്ത്യക്കൊരു ഭരണഘടന സൃഷ്ടിക്കപ്പെട്ടത് എന്ന ഒരു ചരിത്രം ഇതിനുണ്ട്. ആ ചരിത്രം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലെ. ഒരു ഭരണഘടന എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ് ഭരണഘടന. രാഷ്ട്രത്തിൻ്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങൾ ആവിർഭവിക്കുന്നത് ഭരണഘടനയിൽ നിന്നാണ്. ഏതൊരു രാഷ്ട്രത്തിലും ഭരണം നടക്കുന്നത് ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. ഇനിയാണ് നോക്കുക, ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ ജനങ്ങളുടെ താല്പര്യമനുസരിച്ചാണ് ഭരണഘടന രൂപീകരിക്കുന്നത്. ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ ജനങ്ങളുടെ താല്പര്യമനുസരിച്ചാണ് ഭരണഘടന രൂപീകരിക്കുന്നതും അതിൽ മാറ്റം വരുത്തുന്നതും. അവിടെ ഒരു പോയിന്റ് ഉണ്ട് അല്ലേ, അതിൽ മാറ്റം വരുത്തുന്നത്. അപ്പം മാറ്റത്തെ നമ്മൾ ഭേദഗതി എന്ന വാക്കാണ് ഇതിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഭരണഘടനയിൽ മാറ്റം വരുത്തുന്നതിനെ ഭേദഗതി എന്നാണ് ഉപയോഗിക്കുന്നത്, അമെൻമെൻ്റ് എന്ന് പറയും. ഒരു ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ ജനങ്ങളുടെ താല്പര്യമനുസരിച്ചിട്ടാണ്, മനസ്സിലായോ, ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ ജനങ്ങളുടെ അനുസരിച്ചിട്ടാണ് ഭരണഘടന രൂപീകരിക്കുന്നതും അതിൽ മാറ്റം വരുത്തുന്നതും. മാറ്റം എന്ന് പറയുന്ന വാക്കിനെ ഭരണഘടനയിൽ ഭേദഗതി എന്നാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. തികച്ചും ജനാധിപത്യപരമായ ഒരു പ്രക്രിയയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കപ്പെട്ടതെന്ന് നമുക്ക് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ് അല്ലേ. അതുതന്നെയാണ്, ശരിക്കും ജനാധിപത്യപരമായ രീതിയിലെ ഒരു പ്രക്രിയയിലൂടെ കടന്നിട്ടാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കപ്പെട്ടത്. കാരണം ബ്രിട്ടീഷുകാരുടെ അടിമകളായിരുന്ന കാലഘട്ടത്തിൽ, സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സ്വപ്നം കണ്ടിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ദേശീയ നേതാക്കൾ അല്ലെ, അവരുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മീറ്റിങ്ങുകളിലും ഒക്കെ കുറേ ചർച്ച ചെയ്ത് രൂപീകരിച്ചു വെച്ച ഐഡിയാസും അതേപോലെ മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ള ആശയങ്ങളും ഒക്കെ ചേർത്തിട്ട് പലതവണ ചർച്ചകളുടെയും സംവാദങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞവയാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. അല്ലാതെ പെട്ടെന്ന് ആരുടെയെങ്കിലും ഒരു ബുക്ക് മേടിച്ചിട്ട് കോപ്പി എഴുതി വെച്ച സാധനം അല്ല അല്ലേ. ഇന്ത്യയിലെ പറയാനാണെങ്കിൽ എല്ലാ മതവിഭാഗം ജനങ്ങളുടെയും പ്രതിനിധികളുണ്ടായിരുന്നു, എല്ലാ ഏരിയയിൽ നിന്നും പ്രതിനിധികളുണ്ടായിരുന്നു. അവരെല്ലാം ചേർന്നിരുന്നു കൊണ്ട് ഓരോ ആശയങ്ങൾ, അവരുടെ പുതിയ ഇന്ത്യ എങ്ങനെയായിരിക്കണം, അവിടെ വ്യക്തിപരമായ തീരുമാനങ്ങൾക്കോ താല്പര്യങ്ങൾക്കോ ഒന്നും പ്രസക്തി ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഗുണകരമാകണം എന്നുള്ള നിയമങ്ങൾ അവർ ഓരോന്നൊക്കെ ആയിട്ട് അവർ അവതരിപ്പിച്ച് അതിന്മേൽ ചർച്ചയ്ക്ക് മേൽ ചർച്ച നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദങ്ങളൊക്കെ ഏർപ്പെടുത്തി, ആരോഗ്യകരമായ രീതിയിൽ സംവാദങ്ങൾ ഏർപ്പെടുത്തിയിട്ടാണ് ഓരോ നിയമങ്ങളും ഭരണഘടനയിൽ രൂപീകരിച്ച് വെച്ചിട്ടുള്ളത്. അതാണ് ഇന്ന് കാണുന്ന നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഓരോ ഇന്ത്യൻ പൗരൻ്റെയും വീട്ടിലുണ്ടായിരിക്കേണ്ട ഒരു അടിസ്ഥാന ഗ്രന്ഥമാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അവസരം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഇന്ത്യൻ ഭരണഘടന വാങ്ങിക്കണം, അത് വാങ്ങിച്ച് വീട്ടിൽ വെച്ച് വായിക്കണം. അത് കുറച്ച് അതുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനും എളുപ്പമായിരിക്കും. അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയിൽ എല്ലാത്തരം കാര്യങ്ങളെയും കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതാണ് ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ ജനങ്ങളുടെ താല്പര്യമനുസരിച്ചിട്ടാണ് ഭരണഘടന രൂപീകരിക്കുന്നതും അതിൽ മാറ്റം വരുത്തുന്നതും അല്ലേ. അതേപോലെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തികച്ചും ജനാധിപത്യപരമായ ഒരു പ്രക്രിയയിലൂടെയാണ് രൂപീകരിക്കപ്പെട്ടത്.
ഇനി സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടന്ന ചർച്ചകളുടെയും സംവാദങ്ങളുടെയും ഫലമായി ഉയർന്നു വന്ന ആശയങ്ങളുടെയും സങ്കല്പങ്ങളുടെയും പ്രതിഫലനമാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. മനസ്സിലായി? ഇപ്പോൾ ഭരണഘടന എന്താണെന്ന് നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ ഏതൊരു രാഷ്ട്രത്തിനും ഒരു ഭരണഘടന ഉണ്ടാവും. ആ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ അനുസരിച്ചിട്ടാണ് ആ മന്ത്രിസഭ അല്ലെങ്കിൽ ഗവൺമെൻറ് ഭരിക്കുന്നത്. ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ്. ഇന്ത്യയിൽ ഏത് ഗവൺമെൻറ് വന്നാലും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമായി വേണം ഇന്ത്യയെ ഭരിക്കാൻ എന്നുള്ളതാണ്. മനസ്സിലായി? അപ്പോൾ അടുത്തത് ഇനിയിപ്പോൾ ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ചത് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ നമുക്കുണ്ടായിരുന്നു. ആ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ചേർന്നിട്ടാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നത്. മനസ്സിലായോ? അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്തോട് അടുത്തപ്പോഴത്തേക്കും ഇന്ത്യക്കൊരു ഭരണഘടന, എന്തായാലും ഇന്ത്യ സ്വതന്ത്രമാകാൻ പോവുകയാണ്. അപ്പോൾ ഇന്ത്യക്കൊരു നിയമസംഹിത, ഒരു ഭരണഘടന വേണമെന്ന് തീരുമാനത്തിലെത്തി. അതിനു വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി, ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. ഭരണഘടനാ നിർമ്മാണ സഭ അങ്ങനെ ശരിക്കും ഒരു കുറേയധികം ആൾക്കാരടങ്ങുന്ന ഒരു സഭയാണ് ഭരണഘടനാ നിർമ്മാണ സഭ. കാരണം ഒരു ഇന്ത്യ എന്ന് പറയുന്ന വലിയ രാജ്യത്തിന് വേണ്ടിയിട്ടല്ലേ ഒരു വലിയ ഭരണഘടന രൂപീകരിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു വലിയൊരു നിർമ്മാണ സഭ രൂപീകരിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഇനി ഇവിടം തൊട്ട് പോയിന്റാണ്. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9-നാണ്. മനസ്സിലായി? ശരിക്കും ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത് ഡിസംബർ 6-നാണ്. ഡിസംബർ 6-ന് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. അതിനുശേഷം ആദ്യ സമ്മേളനം നടക്കുന്നത് ഡിസംബർ 9-നാണ്. 1946 ഡിസംബർ 9-ന് ആദ്യ സമ്മേളനം നടക്കുമ്പോൾ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. അല്ലേ? നോക്കാം. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9-ന് ചേർന്നു. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു താൽക്കാലിക അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ എവിടെയോ വായിച്ചറിഞ്ഞത് ആദ്യ സമ്മേളനം നടക്കുമ്പോൾ പ്രത്യേകിച്ച് ഇതിനൊരു നേതാവായിട്ട് തിരഞ്ഞെടുത്തിട്ടില്ല. അപ്പോൾ ആ കൂട്ടത്തിൽ പ്രായമുള്ളത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയ്ക്കായിരുന്നു. അദ്ദേഹമായിരുന്നു മുതിർന്ന വ്യക്തി. അതുകൊണ്ട് അദ്ദേഹത്തെ താൽക്കാലിക അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തു എന്നാണ് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. തുടർന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുത്തു. ഇത് തിരഞ്ഞെടുക്കുന്നത് 1946 ഡിസംബർ 11-നാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു നാൾ വഴി ഒന്ന് നോക്കുക. 1946 ഡിസംബർ 6-ന് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നു. അല്ലേ? അതിനുശേഷം 9-ന് ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നു. പിന്നീട് 11-ാം തീയതി ഡിസംബർ 11-ന് നടക്കുന്ന സമ്മേളനത്തിൽ നമ്മുടെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കുന്നു. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ഡേറ്റ് കൂടെയുണ്ട്, 13. അല്ലേ? ഡിസംബർ 13-ന് നടക്കുന്ന സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു ഒരു പ്രമേയം അവതരിപ്പിക്കുന്നുണ്ട്. ആ പ്രമേയമാണ് പിന്നീട് നമ്മുടെ ലക്ഷ്യപ്രമേയം എന്ന് പറയും. ആ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചിട്ട് ആ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് നമ്മുടെ ആമുഖമായിട്ട് മാറുന്നതും. കേട്ടോ? അപ്പം അങ്ങനെ ഇത്രയും ഡേറ്റിന് പ്രാധാന്യമുണ്ട്. ഇതിൽ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് അല്ല. പക്ഷേ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് ഡിസംബർ 9-ാം തീയതിയും നമ്മുടെ രാജേന്ദ്ര പ്രസാദിനെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഡിസംബർ 11-ാം തീയതിയും അതുപോലെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയം നെഹ്റു അവതരിപ്പിക്കുന്നത് 13-ാം തീയതിയുമാണ്. ഈ 3 ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിരന്തരം മാറി മാറി ചോദിക്കാറുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ 13-ാം തീയതി തന്നെയാണ്. പിന്നെ ഇതും ഈ 11-മാണ്. അപ്പം ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഞാൻ മുൻവർഷ ചോദ്യങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് കൂടെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ ഈ ക്ലാസ് എടുത്ത് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഈ നോട്ട് ചെയ്യുക എന്ന് പറയുന്ന നോട്ട് ചെയ്യണം. കാരണം മുൻവർഷ ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9-ന്. ഇതിൻ്റെ താൽക്കാലിക അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. നോക്കണം, താൽക്കാലിക അധ്യക്ഷനാണ്. അതിൻ്റെ കാരണവും ഞാൻ പറഞ്ഞു. അല്ലെ, മുതിർന്ന പ്രവർത്തകനായിരുന്നു, അല്ലെ, മുതിർന്ന വ്യക്തിയായിരുന്നുകൊണ്ടാണ്. പിന്നെ ഡിസംബർ 11-ന് നടക്കുന്ന മീറ്റിങ്ങിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായിട്ട് ഭരണഘടന നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷനായി തിരഞ്ഞെടുക്കുന്നു. അല്ലേ? പിന്നെ നിരവധി കമ്മിറ്റികൾ, അതായത് ഇങ്ങനെ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. അതിനുശേഷം ഇതിൻ്റെ കീഴിൽ പല വിഷയങ്ങളെക്കുറിച്ച് ഇന്ത്യയിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അല്ലെ, മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ടൊരു വിഷയം തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയായിരിക്കണം ഒരു പൗരൻ്റെ അവകാശങ്ങൾ? അപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. അങ്ങനെ പല കമ്മിറ്റികളും രൂപീകരിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി കമ്മിറ്റികൾ രൂപീകരിച്ച് ആ കമ്മിറ്റിക്ക് ഓരോ അധ്യക്ഷനെയും വെച്ചിട്ട് ആ കമ്മിറ്റിക്കുള്ളിൽ ആദ്യം ചർച്ച നടക്കുന്നു. അതിനുശേഷം ഈ കമ്മിറ്റികളെല്ലാം കൂടെ ചേർന്നിരുന്നുകൊണ്ട് ചർച്ച നടക്കുന്നു. ആ ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു ഭരണഘടന ക്രോഡീകരിക്കണമല്ലോ. ഓരോ
കമ്മിറ്റിയിൽ നടന്ന ചർച്ചകളുടെ സാരാംശം ക്രോഡീകരിച്ചിട്ട് അതൊരു ഭരണഘടന എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒരു ഭരണഘടനയ്ക്ക് ഒരു കരട് കമ്മിറ്റി വേറെ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അടുത്ത് പറയുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തു. നിരവധി കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടാണ് നിരവധി കമ്മിറ്റികൾ രൂപീകരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ പ്രവർത്തനം തുടങ്ങിയത്. ഇത്തരം കമ്മിറ്റികളിൽ ഒന്നാണ് ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു പല കമ്മിറ്റികൾ രൂപീകരിച്ചു. ആ കമ്മിറ്റികളിലൊക്കെ പല പല ചർച്ചകൾ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ ഓരോ ആശയങ്ങൾ രൂപീകരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ആശയങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ച് ഒരു ഭരണഘടനയുടെ ഒരു മാതൃരൂപം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നൊരു ഐഡിയ ഉണ്ടായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഭരണഘടനാ നിർമ്മാണ സഭയുടെ കീഴിൽ ഒത്തിരി കമ്മിറ്റികൾ രൂപീകരിക്കുന്നുണ്ട് പല വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ കമ്മിറ്റിയിലും ചർച്ച ചെയ്ത് എടുക്കുന്ന ചർച്ച ചെയ്ത് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ക്രോഡീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ചിട്ടൊരു ഭരണഘടനയാക്കി മാറ്റണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു കരട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയും. കരട് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നുണ്ട്. അതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് നമ്മുടെ ഈ രാജേന്ദ്ര പ്രസാദിനെയാണ് തീരുമാനിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് ആരെയാണ് തീരുമാനിക്കുന്നത്? നമ്മുടെ BR അംബേദ്കർ. അദ്ദേഹത്തെയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അതാണ് നമ്മുടെ ഈ ഒരു പേജിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഭരണഘടനയെന്നും ഭരണഘടനാ നിർമ്മാണ സഭ എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇനി ഇതിൽ തുടർന്ന് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യപ്രമേയം അതിൻ്റെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ, അല്ലെങ്കിൽ ഭരണഘടന കരട് നിർമ്മാണ സഭയുടെ ചെയർമാൻ. എന്താണ് ഭരണഘടന കരട് നിർമ്മാണ സഭ എന്ന് മനസ്സിലായല്ലോ. പുതിയ ഫ്രഷ് കറക്റ്റായിട്ടുള്ള ഭരണഘടനയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് അല്ലെ നമ്മൾ എന്താ പറയുക, ഒരു റഫ് കോപ്പി ഉണ്ടാക്കുമല്ലോ. എന്നിട്ട് അതായത് ഇവരുടെ ചർച്ചയെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു റഫ് കോപ്പി, അതിൽ നിന്ന് പിന്നെയും എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഫ്രഷ് ഭരണഘടന രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഭരണഘടനയ്ക്ക് തൊട്ട് മുൻപുള്ള ഒരു മാതൃരൂപം എന്ന് പറയാം ഈ നമ്മുടെ ഭരണഘടന കരട് നിർമ്മാണ സഭ. അതിൻ്റെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. നിരവധി തവണ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആയിട്ട്, ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അല്ലെങ്കിൽ ഭരണഘടന കരട് നിർമ്മാണ സഭയുടെ ചെയർമാൻ ആരായിരുന്നു? നിരവധി തവണ ചോദിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിക്കോ, നിരവധി തവണ ചോദിച്ചിട്ടുള്ളതാണ് ഇത് ഡോക്ടർ BR അംബേദ്കർ. അപ്പോൾ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം അതിൻ്റെ ഒരു മുൻപോട്ട് വന്ന് കാര്യങ്ങളൊക്കെ പക്കയായിട്ട് ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് വിളിക്കുന്നു. ഈ രണ്ട് പോയിന്റും നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന പോയിന്റാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ ആരായിരുന്നു? ഭരണഘടന കരട് നിർമ്മാണ സഭ, അത് ശ്രദ്ധിക്കണം കേട്ടോ. ഭരണഘടന കരട് നിർമ്മാണ സഭ അഥവാ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ BR അംബേദ്കർ ആയിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? അത് ഡോക്ടർ BR അംബേദ്കർ. ഇനി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വിവിധ കമ്മിറ്റികളുടെ അതിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വിവിധ കമ്മിറ്റികളുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ഭരണഘടനയുടെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി, നേതൃത്വ കമ്മിറ്റി ഭരണഘടനയുടെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി. വിശദമായ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ശേഷം, ഇനി ഈ ഒരു ഡേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്, 1949 നവംബർ 26-ന് 1949 നവംബർ 26-ന് വിശദമായ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ശേഷം ഭരണഘടനാ നിർമ്മാണ സഭ 1949 നവംബർ. നിങ്ങൾ ഇനി PSC പരീക്ഷ എഴുതുന്ന അത്രയും കാലത്തോളം ഈ ഡേറ്റ് നിങ്ങൾ പഠിച്ചേ പറ്റൂ. കാരണം അത് പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടെന്ന് പറയാം. വിശദമായ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ശേഷം ഭരണഘടനാ നിർമ്മാണ സഭ 1949 നവംബർ 26-ന് ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. ഈ ഒരു വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അംഗീകാരം. ഇതിൻ്റെ ഒരു കീവേഡാണ് ഈ അംഗീകാരം എന്നുള്ളത്. അഡോപ്റ്റഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക.
അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ BR അംബേദ്കറുടെ നേതൃത്വത്തിൽ ഒരു കരട് നിർമ്മാണ സഭ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടാക്കി ഏകദേശം ഒരു ഭരണഘടനയുടെ രൂപത്തിലേക്കൊക്കെ എത്തി പക്കയായിട്ട് എഡിറ്റ് ചെയ്ത് ഭരണഘടനയാക്കിയതിന് ശേഷം അത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചതിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇതിൻ്റെ മേൽ ചർച്ചകളൊക്കെ നടന്നിട്ട് ഈ ഭരണഘടന പക്കയാണ് എന്നൊരു അംഗീകാരം നൽകുന്നത് 1949 നവംബർ 26-നാണ്. മനസ്സിലായി? 1949 നവംബർ 26-ന് ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകുന്നു ഭരണഘടനാ നിർമ്മാണ സഭ. ഈ ദിനം ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു. അപ്പോൾ നവംബർ 26 എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് നവംബർ 26. ഇതും പല തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഭരണഘടനാ നിർമ്മാണ സഭ നവംബർ 26 ഭരണഘടനാ ദിനമായി ആചരിക്കുന്നതെന്ന്, അത് നവംബർ 26 പല തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, പല തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനിയും ചോദ്യം വരും, കാരണം സ്കൂൾ ടെക്സ്റ്റ് അല്ലേ, ഇനിയും ചോദ്യം വരും. ഇനി എന്നാൽ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത്, കണ്ട ഇത് വളരെയാണ്, ഇത് ഈ ഔദ്യോഗികമായി നിലവിൽ വന്നെന്നുള്ള കീവേഡാണ് 1950 ജനുവരി 26-നാണ്. മനസ്സിലായോ? അപ്പം നിങ്ങളിവിടെ ഓർത്തിപ്പം നമ്മുടെ ഒരു പഠനത്തിൻ്റെ ഒരു സ്റ്റൈല് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഏതെങ്കിലും ഒരു സ്ഥലത്തെ ഒരു പോയിന്റിനെ നമ്മൾ എന്ത് ചെയ്യും, കീവേഡ് സെറ്റ് ചെയ്ത് കണക്ട് ചെയ്യും. അങ്ങനെയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ഇവിടെ 1900 നവംബർ 26-നെ നമ്മൾ അംഗീകാരം എന്നുള്ള കീവേഡുമായിട്ട് സെറ്റ് ചെയ്ത് വെക്കണം, കണക്ട് ചെയ്ത് വെക്കണം. കാരണം 1949 നവംബർ 26-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകുന്നത്. ഇനി 1950 ജനുവരി 26 എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത് അന്നാണ് അല്ലേ? അവിടെ എന്താ സംഭവിക്കുന്നത്, എങ്ങനെയാണ് റിപ്പബ്ലിക് ആവുന്നത്? അതായത് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് അല്ലേ? ഇതാണ് ഔദ്യോഗികമായി നിലവിൽ വന്നതെന്നുള്ളതാണ് ഇവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത്. അത് 1950 ജനുവരി 26-നാണ്. അതായത് ഭരണഘടനാ നിർമ്മാണ സഭ 1949 നവംബർ 26-ന് ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകുന്നു. തുടർന്ന് 1950 ജനുവരി 26-ന് ഔദ്യോഗികമായി ഈ ഭരണഘടന നിലവിൽ വരുന്നു. അന്നു മുതൽ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഈ 3 വാക്ക് ഒരു കീവേഡായിട്ട് സെറ്റ് ചെയ്യണം. എന്തൊക്കെയാണ്? പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്. ഇത് നോട്ട് ചെയ്ത് വെച്ചോ, തുടർന്ന് വരുമ്പോൾ നമുക്ക് ആവശ്യം വരും. അപ്പോൾ ഇന്ത്യ 1950 ജനുവരി 26-ന് റിപ്പബ്ലിക്കായി. അതായത് 1950 ജനുവരി 26 മുതൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യ അറിയപ്പെടുന്നത് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇന്ത്യ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് അല്ലെ? 3 വാക്കുകൾ നിങ്ങൾ കണ്ടല്ലോ. ഇന്ത്യ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് 1950 ജനുവരി 26 മുതൽ. ഞാനിത് നോട്ട് ചെയ്തോളാൻ പറഞ്ഞത് വേറൊന്നുമല്ല, ഒരു 1976 ആകുമ്പോൾ ഈ 3 വാക്കുകളുടെ കൂടെ 2 കൂടെ അഡീഷണലായിട്ട് ചേർത്തിട്ട് ഇപ്പം ഇന്ത്യ അറിയപ്പെടുന്നത് അത്തരത്തിലാണ്. ഇന്ത്യ എന്നുള്ളതിൻ്റെ ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്നത് അത്തരത്തിലാണ്. മനസ്സിലായോ? അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നോട്ട് ചെയ്തോളാൻ പറഞ്ഞത്. ഇപ്പോൾ 1950 ജനുവരി 26-ന് ഇന്ത്യ റിപ്പബ്ലിക് ആകുമ്പോൾ അറിയപ്പെടുന്നത് ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നാലും നമ്മുടെ സമയം പോകും, നിങ്ങൾക്ക് ബോറാകും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത പോർഷനിലേക്ക് പോകാം. ഭരണഘടനയുടെ ആമുഖം. ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഭരണഘടനയിൽ നിന്ന് ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ് ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത്. ഇത് കണ്ട, ഭരണഘടനയുടെ ആമുഖം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അതാണ് ആ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ആമുഖം എന്തായാലും നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോൾ ഇത് പഠിച്ചിരിക്കും. ആമുഖത്തിൽ നിന്നും കുറേയധികം പോയിന്റ്, ഈ ചെറിയൊരു ബോക്സിൽ നിന്നും കുറേയധികം പോയിന്റ് വരുന്നുണ്ട്. അത് നിങ്ങളിപ്പോൾ എന്തായാലും പഠിച്ചിരിക്കും. അപ്പോൾ അതിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. അപ്പോൾ ഭാരതത്തിൻ്റെ ആമുഖം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. നമ്മുടെ ഭരണഘടന എടുത്ത് നോക്കിയാൽ അതിൽ ആമുഖമുണ്ട്. ആമുഖത്തിൻ്റെ ഫസ്റ്റ് കാണുന്നതാണ് ഇങ്ങനെ. അതാണ് ഈ സ്കൂൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. നോക്കുക, ഭാരതത്തിൻ്റെ ഭരണഘടന ആമുഖം. കണ്ട, ആമുഖം. അപ്പോൾ എന്താണ് ആമുഖത്തിൽ പറയുന്നത്? ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു, നോക്കിക്കേ, പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്ക്. ഞാൻ തൊട്ട് മുമ്പ് നിങ്ങളോടൊന്ന് നോട്ട് ചെയ്തോളാൻ പറഞ്ഞായിരുന്നു. ഇന്ത്യ റിപ്പബ്ലിക് ആകുന്ന സമയത്ത് എങ്ങനെയാണ് അറിയപ്പെട്ടത്? ഇന്ത്യ റിപ്പബ്ലിക് ആകുന്ന സമയത്ത് ഇന്ത്യ അറിയപ്പെടുന്നത് എങ്ങനെയായിരുന്നു?
റിപ്പബ്ലിക് ആകുന്ന സമയത്ത് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ, എങ്ങനെയാണ് ഇന്ത്യ റിപ്പബ്ലിക് ആകുന്ന സമയത്ത് അറിയപ്പെട്ടതെന്ന് നമ്മൾ തൊട്ട് മുകളിൽ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് റിപ്പബ്ലിക് ആയപ്പോൾ? ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് അറിയപ്പെട്ടത് അല്ലേ. ഈ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് അത് ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ. ഇതുകൊണ്ട് പരമാധികാര ഇവിടെ ഉണ്ട് അല്ലേ, ജനാധിപത്യ റിപ്പബ്ലിക് ഇവിടെ ഉണ്ട് അല്ലേ. അതിൻ്റെ കൂട്ടത്തിൽ പുതിയതായിട്ട് വന്ന 2 വാക്കുകളാണ് അല്ലേ, സ്ഥിതി സമത്വ മതേതരത്വ എന്നുള്ള 2 വാക്ക് അല്ലേ. സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നാണ് ആ വാക്കിൻ്റെ ഇംഗ്ലീഷിൽ പറയുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാര്യങ്ങൾ ഏകദേശം ഒരു ക്ലിയർ ആയല്ലോ. ഇപ്പോൾ ഇന്ത്യ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. നിസ്സാരമായിട്ട് നിങ്ങൾ കളയേണ്ട. ഈ വാക്ക്, ഈ 5 വാക്കിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അത് ചിലപ്പോൾ ചോദിക്കും. കാരണം ചിലപ്പോൾ 4 ഓപ്ഷനായിട്ട് തന്നിട്ട് പരമാധികാര മതേതരത്വ സ്ഥിതി സമത്വ ജനാധിപത്യ റിപ്പബ്ലിക് തെറ്റിച്ച് ചോദിക്കാം. പക്ഷേ ആമുഖത്തിൽ ഈ ഓർഡറിൽ കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെ തന്നെ പഠിക്കണം. ഇതിൽ ഞാൻ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ സേ എന്നൊരു ടെക്നിക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സോവറിൻ എന്നുള്ളതാണ്. പരമാധികാര എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷാണ് സോവറിൻ, പിന്നെ സോഷ്യലിസ്റ്റ്, പിന്നെ സെക്യുലർ. കണ്ട, സെക്യുലർ അതാണ് സേ എന്നാണ് ഞാൻ പഠിക്കുന്നത്. സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, അങ്ങനെയാണ് ഇന്ത്യ. സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ. സോവറിൻ പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്, അങ്ങനെയാണ്. അപ്പോൾ ആ പേര് ഈ ആമുഖത്തിലെ ആ ഫസ്റ്റ് ലൈൻ തന്നെ നിങ്ങൾ മറന്നു പോകരുത്, ഓർത്തിരിക്കണം. അപ്പോൾ എന്താണ് ഇന്ത്യ എന്ന് മനസ്സിലായല്ലോ. പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഇനി ഇവിടെ നിങ്ങളത് ഈ ഒരു പോയിന്റ് നോക്ക്, ഇത് 1 എന്ന് കിടക്കുന്നത് നോക്ക് കണ്ടാ. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഇതിനൊരു ഫുട് നോട്ട് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഫുട് നോട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫുട് നോട്ട് കാണണമെങ്കിൽ ആ 1 എന്നുള്ളത് നമ്മൾ നേരെ താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും 1. കണ്ട, അത് ആ 1 മുകളിൽ കിടക്കുന്ന 1 എന്താണെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ മുകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള 1 എന്ന് പറയുന്നത് നോക്കണം. ഇവിടെ അത് പറയുന്നത് നോക്കിയേ, 1976 ഭരണഘടന. കണ്ട, 1976 ഭരണഘടന 42ാം ഭേദഗതി ആക്ട് 2ാം വകുപ്പ് പ്രകാരം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം ചേർത്തത് അല്ലേ. അതായത് 1976 ഒരു ഭരണഘടനാ ഭേദഗതി നടക്കുന്നുണ്ട്. അത് ശരിക്കും ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. 1976 ശരിക്കും ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് എന്ന് പറയുമ്പോൾ അടിയന്തരാവസ്ഥ നടക്കുന്ന കാലത്താണ് ഈ പറയുന്ന ഭേദഗതി നടക്കുന്നത്. അടിയന്തരാവസ്ഥ നടക്കുന്ന കാലത്ത്, ആ സമയത്താണ് ഈ ഭേദഗതി നടക്കുന്നത്, അടിയന്തരാവസ്ഥ കാലത്ത്. അങ്ങനെ 1976 ഒരു ഭേദഗതി, ആ ഭേദഗതിയുടെ നമ്പർ എന്ന് പറയുന്നത് 42ാം ഭേദഗതി എന്നാണ്. ശരിക്കും മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഒരു ഭേദഗതിയാണ് ഈ 42ാം ഭേദഗതി, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്ന ആ ഒരു ഭേദഗതി 42ാം ഭരണഘടനാ ആ ഭേദഗതിയിലാണ് നമ്മുടെ ആമുഖത്തിലെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നുള്ള ഈ വാക്കിനോടൊപ്പം എന്തുകൂടെ ചേർത്തത്? നമ്മുടെ സോഷ്യലിസ്റ്റ് അല്ലെ, സ്ഥിതി സമത്വ മതേതര എന്നുകൂടെ ചേർത്തത് ഇതിൻ്റെ ഈ ഒരു 76 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ചേർത്തത്. ഇനി അത് നിലവിൽ വന്നത് എപ്പോഴാണ്? ആ ഒരു മാറ്റം, ആ ചേർത്ത മാറ്റം നമ്മൾ നിലവിൽ വന്നത് 3/1/1977, അതായത് 1977 ജനുവരി 3-ാം തീയതി മുതൽ അത് പ്രാബല്യത്തിൽ വരികയും ചെയ്തു. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്ത്യ റിപ്പബ്ലിക് ആകുമ്പോൾ ആ ഇന്ത്യയുടെ പേരെന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു കൊടുത്തിരുന്നത്. ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് കൊടുത്തിരുന്നത്. പിന്നീട് അത് ശരിക്കും 1976 വന്നപ്പോൾ അതിൽ എന്തുകൂടെ കൂട്ടിച്ചേർത്തു? സ്ഥിതി സമത്വ മതേതരത്വ എന്ന് കൂട്ടിച്ചേർത്തു അല്ലേ. അപ്പോൾ അത് 1976 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അല്ലേ. ആ ഭരണഘടനാ ഭേദഗതി നടന്നത് 1976 42ാം ഭേദഗതിയാണ്. 42ാം ഭേദഗതി എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. ആക്ട് 2ാം വകുപ്പ് പ്രകാരം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം എന്ത് ചേർത്തു? ഈ പറഞ്ഞ സ്ഥിതി സമത്വ മതേതരത്വ കൂടെ ചേർത്തു. പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് മാറി. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതും ഒരു പോയിന്റാണ് കേട്ടോ. അത് ചോദിക്കും. കാരണം 1976 ഭരണഘടനാ ഭേദഗതിയിലൂടെ അല്ലെങ്കിൽ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്ക് ഏതാണ്? സ്ഥിതി സമത്വ മതേതരത്വ എന്നുള്ള വാക്കാണ് ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. ഇനി ഇതിൻ്റെ തുടർന്ന് വരുന്ന അടുത്തൊരു പോയിന്റ് നോക്കാം. സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും
ആ വാക്ക് ശ്രദ്ധിക്കുക. നീതിയും കണ്ട, സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ഉള്ള സ്വാതന്ത്ര്യവും. കണ്ട, അപ്പോൾ ഇവിടെ ഒന്ന് നോക്കിയാൽ ഒരു വ്യക്തിക്ക്, ഒരു ഇന്ത്യൻ പൗരന് ആമുഖത്തിൽ തന്നെ പറയുകയാണ് അവൻ്റെ സ്വതന്ത്രമായ ചിന്തയ്ക്കും അവൻ്റെ സ്വതന്ത്രമായ ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും അവൻ്റെ മതത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും ഇതിനകത്ത് പറയുന്നുണ്ട്. കണ്ട, പദവിയിലും അവസരത്തിലും സമത്വവും. കണ്ട, ജാതി മത വർണ്ണ വർഗ വിവേചനമില്ലാതെ പദവിയിലും അവസരത്തിലും ക്വാളിഫിക്കേഷൻ യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള ഒരു സമത്വം അല്ലേ, പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാം ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും. ഇതിവിടെ ഒരു 2 ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഒരു ഫുട് നോട്ട് ഉണ്ടെന്നാണ് അതിനർത്ഥം അല്ലേ. വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ഈ ഒരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ദിവസം, ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും കണ്ട അഡോപ്റ്റ് ചെയ്യുന്നു, അതായത് സ്വീകരിക്കുകയും അഡോപ്റ്റ് ചെയ്യുന്നു, അംഗീകരിക്കുന്നു, നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ നോക്കാം, നമ്മളിപ്പോൾ പറഞ്ഞ 3 ഇവിടുത്തെ വാക്കുകൾ നോക്കുക. ഫസ്റ്റ് നീതിയാണ് പറയുന്നത് അല്ലേ, ഫസ്റ്റ് പറയുന്നത് നീതിയാണ്. നീതിയെക്കുറിച്ച് ആദ്യം പറയുന്നുണ്ട്. ആ ഓർഡർ വരുവാണെങ്കിൽ നീതി, അതിനുശേഷം സ്വാതന്ത്ര്യം, സമത്വം അല്ലേ, സാഹോദര്യം. ഈ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത്, ഇതിനകത്തോട്ട് കൂട്ടിച്ചേർക്കാൻ നിർദ്ദേശിച്ചത് BR അംബേദ്കർ ആണ്. അതൊരു ചോദ്യമായിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്. ആമുഖത്തിൽ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത് ആരാണ്? അത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇനി ഇവിടെ 2 എന്നിട്ടിട്ടുണ്ടല്ലേ, അതെന്താണെന്ന് നോക്കാം. ഒരു വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും എന്നുള്ള ആ ഒരു ലൈനിൻ്റെ ഒരു ഫുട് നോട്ട് കൊടുത്തിട്ടുണ്ട് 2. അതെന്താണെന്ന് നമുക്ക് നോക്കാം. 2 ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. മേൽപ്പറഞ്ഞ ആക്ട് എന്ന് പറയുമ്പോൾ 1976 42-ാം ഭരണഘടനാ ഭേദഗതി 2-ാം വകുപ്പ് പ്രകാരം രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നതിനു പകരം ചേർത്ത വാക്കാണ് രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും. അതായത് ഈ അഖണ്ഡത കൂടെ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതും ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 1976 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം രാഷ്ട്രത്തിൻ്റെ ഐക്യവും എന്നതിന് പകരം രാഷ്ട്രീയത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്ന് കൂട്ടിച്ചേർത്തു അല്ലേ, കൂട്ടിച്ചേർത്തു. അപ്പോൾ ഇത്രയും ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഈ ആമുഖം നിങ്ങൾ ഇങ്ങനെ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ എന്തോരം പോയിന്റ് ഇതിനകത്ത് നിന്ന് കിട്ടിയെന്നറിയാമോ? ഞാനിപ്പോൾ തന്നെ പറയാം. ഇതിൽ എന്താ പറയുക, ഒന്ന് തന്നെ ആമുഖത്തിൽ എന്താണ് ഇന്ത്യയെക്കുറിച്ച് പറയുന്ന ആ ഒരു ലൈൻ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയെക്കുറിച്ച് പറയുന്ന ആ ഒരു ലൈൻ തന്നെ നിങ്ങൾ നോക്കുക. എന്താണ്? ഒരു പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. ഇത് നിങ്ങൾ കണ്ടുപഠിക്കുകയാണ്. ഇനി നിങ്ങളിത് മറക്കാൻ സാധ്യതയില്ല. ഇനി ഇതിനകത്ത് പറയുന്ന കീവേഡുകൾ ഏതൊക്കെയാണ്? നീതി ആദ്യം പറയുന്നുണ്ട് അല്ലേ, സ്വാതന്ത്ര്യം അല്ലേ, ഒരു പൗരന് എല്ലാത്തരം സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുന്നുണ്ട്, സമത്വം പറയുന്നുണ്ട് അല്ലേ, സ്വാതന്ത്ര്യം സമത്വം. അപ്പം നിങ്ങൾക്ക് ഇനി ഈ വാക്കുകളൊക്കെ നിങ്ങൾ കണ്ടാ പഠിച്ചിരിക്കുന്നത്. സാഹോദര്യം പറഞ്ഞിട്ടുണ്ട്, അതിനെക്കുറിച്ചും ഞാൻ പറഞ്ഞു. സാഹോദര്യം എന്നുള്ള വാക്ക് ഇതിനകത്ത് നിർദ്ദേശിച്ചിട്ടുള്ളത് BR അംബേദ്കർ ആണ്. അതൊരു ചോദ്യമായിട്ട് പലതവണ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്കറിയാം, രാഷ്ട്രത്തിൻ്റെ ഐക്യവും എന്നതിന് പകരം രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഇതേ കൂട്ടിച്ചേർത്തിരിക്കുന്നു അല്ലേ. നിങ്ങൾ 2 ഫുട് നോട്ട് നിങ്ങൾ കണ്ടാണ് പഠിച്ചത് അല്ലേ, ആ 2 തിരുത്തൽ വന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾ മറ്റൊരു കാര്യം കൂടെ പഠിച്ചു. 1976 42-ാം ഭരണഘടനാ ഭേദഗതി, അതും നിങ്ങൾ പഠിച്ചു. ആ ഭേദഗതിയിലെ 2 പോയിന്റ് മാറ്റങ്ങൾ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ഇതിനകത്ത് പഠിച്ചിട്ടുള്ളത്. ഇനി ഇതിനെ തുടർന്നിട്ടാണ് അടുത്ത പേജിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, അതുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. പരമാധികാരം അല്ലെ, ഭരണഘടന ആമുഖത്തിൽ പറയുന്ന ലക്ഷ്യങ്ങളാണ്. ഒന്ന് പരമാധികാരം. അതെന്താണെന്ന് നമ്മളിപ്പോൾ നോക്കിയല്ലോ. പരമാധികാര സ്ഥിതിസമത്വം എന്നും പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ പറയുന്നുണ്ട് പരമാധികാരം, അതേപോലെ സ്ഥിതിസമത്വം എന്ന് പറയുന്നുണ്ട്. പിന്നെ മതേതരത്വം, അതേപോലെ ജനാധിപത്യം, റിപ്പബ്ലിക്. ഇപ്പം മനസ്സിലായ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു വെറുതെ ഒരു ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വെറുതെ ഒരു പേരല്ല. മനസ്സിലായോ? ഇന്ത്യയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് പരമാധികാര സ്ഥിതിസമത്വ മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ്. അതിൽ ഓരോ വാക്കിനും കൃത്യമായ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് നോക്കാം അല്ലേ. അപ്പോൾ എന്താണ് ആ ഒരു ഡെഫിനിഷൻ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ പരമാധികാരം എന്നതുകൊണ്ട് എന്താണ്? ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമാണെന്ന് പറയുമ്പോൾ ഈ പരമാധികാരം എന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് ഇത്രയേ ഉള്ളൂ. ബാഹ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രത്തിനുള്ള അധികാരമാണ്. അതായത് ഇന്ത്യ
എന്ന രാജ്യത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളിൽ തീരുമാനം എടുക്കാനുള്ള അധികാരം ഇന്ത്യ ഗവൺമെൻറ്റിനാണ്. അതേപോലെ ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെ ഒരു പരിധി പറയുന്നുണ്ട്, അയൽവക്ക ഒരു ഇത്രയും കിലോമീറ്റർ പരിധിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളിലും അതുകൂടാതെ ആഭ്യന്തരമായി നടക്കുന്ന പ്രശ്നങ്ങളിലും മറ്റ് രാഷ്ട്രത്തിൻ്റെ ഇടപെടലില്ലാതെ സ്വതന്ത്രമായ തീരുമാനമെടുക്കാനുള്ള പരമാധികാരമാണ് ഇന്ത്യക്കുള്ളത്. ഇത് നമ്മൾ ഈ പരമാധികാരം എന്നുള്ള വാക്കിനെ കണക്ട് ചെയ്ത് വെക്കുന്നത്, ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണല്ലോ ഇന്ത്യക്ക് അധികാരം കിട്ടുന്നത്. അപ്പോൾ തീരുന്ന സമയത്ത് അപ്പോൾ ഇവിടെ പരമാധികാരം എന്ന് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. അതായത് ബ്രിട്ടീഷുകാർ നിങ്ങളുടെ സമയം കഴിഞ്ഞ് നിങ്ങൾ പൊക്കോ, ഇനി ഞങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടണ്ട, മനസ്സിലായി? അത് ബാഹ്യമാണെങ്കിലും ആഭ്യന്തരമാണെങ്കിലും പരമാധികാരം ഞങ്ങൾക്ക് തന്നെയാണ്. ഞങ്ങളുടെ പുതിയ മന്ത്രിസഭ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ പുതിയ ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ ഇനി ബ്രിട്ടൻ്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാമ്രാജ്യത്തെ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ ഇവിടെ ഞങ്ങൾ എടുക്കില്ല. അതാണ് പരമാധികാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. അതായത് മറ്റുള്ള ബ്രിട്ടനോ ഏത് രാജ്യം ആയിക്കോട്ടെ, മറ്റുള്ള രാജ്യങ്ങളുടെ തീരുമാനങ്ങളോ അല്ലെങ്കിൽ അവരുടെ സൗകര്യത്തിനനുസരിച്ചൊന്നും നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് തന്നെയാണ് ഈ പരമാധികാരം എന്ന വാക്കുകൊണ്ട് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്ത്യക്കുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങളായിക്കോട്ടെ, ഇന്ത്യക്ക് വെളിയിൽ നടക്കുന്ന പ്രശ്നങ്ങളായിക്കോട്ടെ, അതിൽ തീരുമാനമെടുക്കുന്നത് അതാത് സമയത്ത് ഇന്ത്യ ഗവൺമെൻറ് ആയിരിക്കും എന്നാണ് ഈ പരമാധികാരം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് സ്ഥിതി സമത്വം എന്നുള്ള വാക്കാണ്. എന്താണ് സ്ഥിതി സമത്വം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സമൂഹത്തിലെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ അസമത്വങ്ങൾ കുറച്ച് സാമൂഹ്യ നീതി ഉറപ്പാക്കുക എന്നുള്ളതാണ് സ്ഥിതി സമത്വം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്ഥിതി സമത്വം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. സമൂഹത്തിലെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ അസമത്വങ്ങൾ കുറച്ച് സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നു. അപ്പോൾ എന്താണ് മതേതരത്വം, അല്ലേ? ഈ മതേതരത്വം എന്ന വാക്കിന് ഇപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ മതേതരത്വം എന്ന വാക്കിന് എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും, മനസ്സിലായല്ലോ? ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പൗരന്മാർക്കുള്ള അവകാശമാണ് മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് എൻ്റെ മതം, നീ അത് വിശ്വസിക്കണം, നീ അത് വിശ്വസിച്ചേ പറ്റുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ആർക്കും കഴിയില്ല. കാരണം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അയാളുടെ അവകാശം, അയാൾക്ക് ഇഷ്ടമുള്ളത് വിശ്വസിക്കട്ടെ. അങ്ങനെ തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയും പറയുന്നത്. ഒരു പൗരൻ അയാൾക്കുള്ളതിൽ വിശ്വസിച്ചോട്ടെ എന്നുള്ളതാണ്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പൗരന്മാർക്കുള്ള അവകാശം, അതാണ് മതേതരത്വം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കുന്നില്ല. അതായത് ഒരു മതമാണ് പ്രധാനപ്പെട്ടത്, അത് മതി എന്നങ്ങനെ പറയുന്നില്ല. എല്ലാ മതത്തോടും ഒരേ സമീപനം തന്നെയാണ്. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതവുമില്ല, അല്ലേ? ഇന്ത്യ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇന്ത്യ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ഇതാണ് എന്ന് നമ്മൾ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ല. ഇപ്പം നേപ്പാൾ ഒരു ഹിന്ദു രാഷ്ട്രമാണ്. ലോകത്തിലെ ഒരേ ഒരു ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നത് നേപ്പാളാണ്. നമ്മളത് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതങ്ങനെ പറയുന്നുണ്ട്, അല്ലേ? അതേപോലെ ജൂതരാഷ്ട്രമുണ്ട്, അല്ലെ? ഇസ്രയേൽ, അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മളതൊരു ഇന്ന മതത്തിൻ്റെ ആണെന്ന് പറയുന്നില്ല. കാരണം ഇന്ത്യയിൽ ഒരു മതമല്ല, ഒത്തിരി മതങ്ങളും അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ താഴെത്തട്ടിൽ ഒത്തിരി മതവിഭാഗങ്ങളൊക്കെ ഉള്ളൊരു രാജ്യമല്ലേ. അപ്പോൾ ഒരിക്കലും ഒരു മതത്തിൻ്റെതല്ല ഇന്ത്യ. നാനാത്വത്തിൽ ഏകത്വം എന്ന് തന്നെയാണെന്നല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ മതേതരത്വം എന്ന വാക്കിന് ഇന്ന് കാലിക പ്രസക്തിയുള്ളതാണ്. അപ്പോൾ എന്താണ് മതേതരത്വം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പൗരന്മാർക്കുള്ള അവകാശമാണ്. അപ്പോൾ അടുത്തൊരു പോയിൻ്റാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്നത്തെ കാലത്ത് പ്രസക്തിയുള്ളതാണ്. ജനാധിപത്യം അവസാനിക്കുമോ തുടരണോ, അല്ലേ? നമുക്കറിയാം ഇന്ത്യയോടൊപ്പം ജനാധിപത്യം നേടിയ രാജ്യങ്ങളിൽ പലതും ജനാധിപത്യ ഒരു സമ്പ്രദായം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടേണ്ട അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. അതായത് ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം കിട്ടിയ പല രാജ്യങ്ങളിലും ജനാധിപത്യം മാറി സ്വേച്ഛാധിപത്യമൊക്കെ ആയി മാറിയിട്ടുണ്ട്. അപ്പോഴും ഇന്ത്യ ജനാധിപത്യ രാഷ്ട്രമായിട്ട് 75ാം വർഷവും തുടരുകയാണ്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളിലൂടെ ഭരണം നടക്കുന്നു. അതാണ് ജനാധിപത്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലേ? മുമ്പ് അങ്ങനെയല്ലോ, കാലങ്ങളായിട്ട് മാറിക്കിട്ടുന്നതാണ് രാജഭരണം, അല്ലേ? മക്കൾ രാജാവാകുന്നു, മക്കൾ രാജാവാകുന്നു, അല്ലെങ്കിൽ മരുമക്കത്തായം. ഇപ്പം നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്താണെങ്കിൽ രാജ്യഭരണം കിട്ടുന്ന മരുമക്കത്തായ സമ്പ്രദായത്തിലൂടെയാണ്, അല്ലേ? പണ്ട് അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എങ്ങനെയാണ്? ജനാധിപത്യമാണ്. ജനങ്ങളാണ് അവരുടെ പ്രതിനിധികൾ. അവരെ ജനങ്ങളെ ആര് ഭരിക്കണമെന്ന് ജനങ്ങൾ തന്നെയാണ് തീരുമാനമെടുക്കുന്നത്, അല്ലേ? അങ്ങനെ ഇലക്ഷൻ നടന്ന് ജനങ്ങൾക്ക് ഇഷ്ടമുള്ള മെജോറിറ്റിയും ആൾക്കാർക്ക് ഇഷ്ടമുള്ള ആളെയല്ലേ തിരഞ്ഞെടുക്കുന്നത്. അതാണ് ജനാധിപത്യം എന്ന് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി
ഇനി റിപ്പബ്ലിക് എന്താണ് റിപ്പബ്ലിക് വളരെയധികം നോട്ട് ചെയ്തുകൊണ്ട പോയിന്റാണ്. റിപ്പബ്ലിക് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? റിപ്പബ്ലിക് രാഷ്ട്രത്തലവനെ തെരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിക്കുന്ന ഒരു സമ്പ്രദായമാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. രാഷ്ട്രത്തലവനെ തിരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിക്കുന്ന സമ്പ്രദായമാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്ത്യൻ പ്രസിഡന്റിനെ ഇപ്പോൾ നമ്മൾ നേരിട്ടല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുപ്പിലൂടെ തന്നെയാണ്, ഇലക്ഷൻ നടത്തിയിട്ടാണ് ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് അല്ലേ. പ്രസിഡന്റിൻ്റെ ഇലക്ഷനുണ്ട്, നമുക്കതറിയാമല്ലോ, നമുക്കത് പഠിക്കാനുണ്ട്. പ്രസിഡന്റിന് തുടർന്ന് പഠിക്കാനുണ്ട്. പ്രസിഡന്റിനെ ഇലക്ഷനിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത്. അല്ലാതെ ആരെങ്കിലും എന്നാൽ നീ അല്ലെങ്കിൽ അയാൾ ആകട്ടെ എന്നും പറഞ്ഞിട്ടാകുന്നതല്ലല്ലോ, അല്ലെങ്കിൽ ഞാനാകാം എന്നും പറഞ്ഞ് ആരെങ്കിലും വരുന്നതല്ലല്ലോ. തിരഞ്ഞെടുപ്പിലൂടെയാണ് നിശ്ചയിക്കുന്നത്, രാഷ്ട്രത്തലവനെ നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ റിപ്പബ്ലിക് എന്നറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവും അതിൻ്റെ ലക്ഷ്യങ്ങളും എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുമല്ലോ. ഈ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ US-ലെ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നിട്ട് ആണ് ഇതിൻ്റെ ആശയം എടുത്തിട്ടുള്ളത്. അതായത് ഈ നമ്മുടെ ആമുഖം എന്നുള്ള ആശയം എടുത്തിട്ടുള്ളത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ഇത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അത് 1946 ഡിസംബർ 13-നാണ്. അപ്പോൾ ആമുഖവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ഇപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഇനിയിപ്പോൾ ആമുഖത്തിൽ ഭരണഘടനയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ പരിചയപ്പെട്ടല്ലോ. വിശദമായി അതൊന്നും വേണ്ട നമുക്ക്. അപ്പോൾ ഇതിൽ ആമുഖത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇതിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം തുടങ്ങി പൗരന്മാർക്ക് രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ലക്ഷ്യങ്ങളാണ് ഈ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇത്രയും കൊണ്ട് നിർത്താം. ഇതിലെനിക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയം ഇത്രയും പോയതുകൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ അത് ചർച്ച ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ടെലഗ്രാം നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും പരീക്ഷ നമ്മൾ ടെലഗ്രാമിൽ നടത്താറുണ്ട്, എല്ലാ വീഡിയോസിൻ്റെയും. അപ്പം നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, മാക്സിമം ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്